ഹായ്, നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരാണ്. നിങ്ങളുടെ മെൻസ്ട്രൽ കപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു സ്റ്റെയിൻ ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ എളുപ്പത്തിൽ മാറ്റാം എന്നുള്ളൊരു ഹാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോഴ്സിലും അവൈലബിൾ ആയിരിക്കും. അതിനധികം വിലയൊന്നും ആവില്ല, 100 രൂപയ്ക്ക് താഴെ ആവുള്ളൂ. അപ്പം അതെടുക്കുക. എന്നിട്ട് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു കണ്ടെയ്നർ എന്തെങ്കിലും എടുക്കുക. അതിലേക്ക് നിങ്ങൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുക. എത്രയാണോ ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അത്രയും തന്നെ വെള്ളവും ചേർക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഈ മെൻസ്ട്രൽ കപ്പ് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ഇടുക. എന്നിട്ട് ഒരു 24 hours ഒക്കെ വെക്കുകയാണെങ്കിൽ ഈ സ്റ്റെയിൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ട് പുതിയതുപോലെ ഇരിക്കും. എനിക്ക് യൂഷ്വലി ഇങ്ങനെ യൂസ് ചെയ്ത് ഇതുപോലത്തെ സ്റ്റെയിൻസ് വരാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ വാങ്ങിയപ്പോൾ എനിക്ക് ഹാർഡ്ലി ഒരു 2 years ഒക്കെ എൻ്റെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതങ്ങ് ഭയങ്കര സ്റ്റെയിൻഡ് ആയിട്ട് കണ്ടിട്ട് എനിക്ക് ഒരുമാതിരി വന്നിട്ട് ഞാനത് കളഞ്ഞു. അപ്പം ഞാൻ രണ്ടാമത് പിന്നെയും ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങി അത് യൂസ് ചെയ്ത് ഇതിനും ഈ സെയിം പ്രശ്നം വന്നപ്പോഴത്തേക്കും ഇത് നമുക്കറിയാം, എന്താ പറയുക, മെൻസ്ട്രൽ കപ്പ്സ് നമ്മൾ വൺസ് മേടിച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 5 years ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ സ്റ്റെയിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ മേടിച്ച് ഈ മെൻസ്ട്രൽ കപ്പ് എനിക്ക് അധികം നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരുമാതിരി ഇരിക്കുന്നത്. ഇത് ആക്ച്വലി അൺഹൈജീനിക് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അത് ലൈക്ക് ബ്ലഡിൻ്റെ അകത്തുള്ള അയൺ പോലുള്ള കണ്ടൻസ് കാരണം വരുന്ന ഒരു സ്റ്റെയിനാണ്. അതങ്ങനെ വൃത്തിഹീനമായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് ഒരുമാതിരി വരും. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ 100% ഇതിനുള്ള സ്റ്റെയിൻസ് എല്ലാം റിമൂവ് ആയി കിട്ടും. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് ലൈക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇത് ഈ സൺലൈറ്റിൻ്റെ ഡയറക്റ്റ് എക്സ്പോഷറിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് ഈ സ്റ്റെയിൻ മാറുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. ബട്ട് ഐ ഹാവ് ട്രൈഡ് ദിസ് ഹാറ്റ് ആൻഡ് ഇറ്റ് വർക്ക്സ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോഴെങ്കിൽ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.